ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഡോക്ടർ ഒരു പുതിയ മരുന്ന് നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ തരം സർജറിയെക്കുറിച്ച് നിങ്ങൾ എവിടെയോ വായിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരുമല്ലേ, ഇത് ശരിക്കും വർക്കാകുമോ എന്ന്. അപ്പോൾ ആ ചോദ്യത്തിന് ശാസ്ത്രം എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നത് എന്ന് നമുക്കിന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഇവിടെയാണ് അസല പ്രശ്നം. ഒരു പുതിയ ചികിത്സ കൊണ്ട് രോഗം മാറിയാൽ അത് ആ ചികിത്സയുടെ ഗുണം കൊണ്ടാണോ അതോ യാദൃശികമായി സംഭവിച്ചതാണോ? ഈ രണ്ട് സാധ്യതകളെയും വേർതിരിച്ചറിയാൻ പറ്റണം. അവിടെയാണ് ശാസ്ത്രീയ ഗവേഷണത്തിന്റെ വിജയം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സംശയവുമില്ലാതെ ഇത് കാരണം തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് 100% ഉറപ്പിച്ചു പറയാൻ ഒരു പെർഫെക്റ്റ് വഴിയുണ്ടായിരുന്നെങ്കിലെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രലോകത്ത് അങ്ങനെയൊരു സുവർണമാർഗം അല്ലെങ്കിൽ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു യഥാർത്ഥ പരീക്ഷണം. ഇതിനെ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ അഥവാ RCT എന്നും പറയാറുണ്ട്. ഈ പേരുകളൊന്നും കേട്ടു പേടിക്കേണ്ട. എന്തുകൊണ്ടാണ് ഇതിനെ ഗവേഷണത്തിലെ ഗോൾഡ് സ്റ്റാൻഡേർഡായി കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാൻ ചില പ്രധാന ചേരുവകൾ വേണമല്ലോ. അതുപോലെ തന്നെയാണിത്. മാനിപ്പുലേഷൻ, കൺട്രോൾ, റാൻഡമൈസേഷൻ. ഈ മൂന്നെണ്ണത്തിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മുടെ പരീക്ഷണത്തിന് പൂർണ്ണത കിട്ടില്ല. അപ്പോൾ ഓരോ ചേരുവയും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് ചേരുവകൾ ഭയങ്കര സിമ്പിളാണ്. ഒന്ന് മാനിപ്പുലേഷൻ, അതായത് ഒരു ഗ്രൂപ്പിലെ ആളുകൾക്ക് നമ്മൾ പുതിയ ചികിത്സ കൊടുക്കുന്നു. രണ്ട് കൺട്രോൾ, അതായത് മറ്റേ ഗ്രൂപ്പിന് നമ്മൾ പഴയ ചികിത്സ തന്നെ കൊടുക്കുന്നു. എന്തിനാണിത്? കാരണം അവസാനം രണ്ട് ഗ്രൂപ്പുകളെയും താരതമ്യം ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം കണ്ടാൽ അത് നമ്മൾ കൊടുത്ത പുതിയ ചികിത്സ കൊണ്ട് മാത്രമാണെന്ന് ഉറപ്പിക്കാമല്ലോ. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മാന്ത്രിക ചേരുവയിലേക്ക് വരാം, റാൻഡമൈസേഷൻ. ഇത് ശരിക്കും ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് പോലെയാണ്. ആര് പുതിയ മരുന്ന് കിട്ടുന്ന ഗ്രൂപ്പിൽ പോകും, ആര് പഴയ ചികിത്സ കിട്ടുന്ന ഗ്രൂപ്പിൽ പോകും എന്ന് യാതൊരു പക്ഷപാതവുമില്ലാതെ തീരുമാനിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രായം, ആരോഗ്യം പോലുള്ള കാര്യങ്ങളൊക്കെ രണ്ട് ഗ്രൂപ്പിലും ഏകദേശം ഒരുപോലെയാകും. അതുകൊണ്ട് തന്നെ അവസാനം കാണുന്ന വ്യത്യാസം നമ്മുടെ പുതിയ ചികിത്സ കൊണ്ട് മാത്രമാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. ഈ ചിത്രമൊന്ന് നോക്കിക്കേ. ഈ പറഞ്ഞ പ്രോസസ് മുഴുവൻ ഇതിലുണ്ട്. ഒരു കൂട്ടം ആളുകളിൽ നിന്ന് കുറച്ചുപേരെ എടുക്കുന്നു. എന്നിട്ട് ഒരു തരംതിരിവുമില്ലാതെ അവരെ രണ്ട് ഗ്രൂപ്പുകളാക്കുന്നു. ഒരു ഗ്രൂപ്പിന് പുതിയ ചികിത്സ, മറ്റേ ഗ്രൂപ്പിന് പഴയ ചികിത്സ. അവസാനം ഏതു ഗ്രൂപ്പിനാണ് കൂടുതൽ മെച്ചമുണ്ടായതെന്ന് അളക്കുന്നു. കണ്ടില്ലേ? സിമ്പിൾ, പക്ഷേ ഭയങ്കര പവർഫുൾ. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? എല്ലാം പെർഫെക്റ്റ്. പക്ഷേ ഒരു പക്ഷേയുണ്ട്. യഥാർത്ഥ ജീവിതത്തിലെ ആശുപത്രികളൊന്നും ഒരു ലബോറട്ടറി പോലെ ക്ലീൻ അല്ല. അവിടെ കാര്യങ്ങളെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതാണ് യഥാർത്ഥ ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പറയുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് രീതി എന്തുകൊണ്ടാണ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്തത്? ഒന്നാലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ ചികിത്സ ഒരു കൂട്ടം രോഗികൾക്ക് സോറി, നിങ്ങൾ കൺട്രോൾ ഗ്രൂപ്പിലാണ്, നിങ്ങൾക്ക് തരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ധാർമ്മികമായി ശരിയല്ല. അതുപോലെ ഒരു പരീക്ഷണത്തിനു വേണ്ടി രോഗികളെ ഒരു വാർഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് തോന്നിയ പോലെ മാറ്റാനും പറ്റില്ല. അപ്പോൾ ഈ പ്രായോഗികവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾ കാരണം ഗവേഷകർക്ക് പലപ്പോഴും ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പോൾ അവരെന്തു ചെയ്യും? എന്തു ചെയ്യും? ഗവേഷണം വേണ്ടെന്ന് വെക്കോ? ഒരിക്കലുമില്ല. അവർ ചെറിയ ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് യാഥാർത്ഥ്യത്തിന് ചേർന്നൊരു ബദൽ മാർഗം കണ്ടെത്തി. അതിന്റെ പേരാണ് ക്വാസി എക്സ്പെരിമെന്റ്. ക്വാസി എന്ന് വെച്ചാൽ ഏകദേശം അതുപോലത്തെ, ഒരുമാതിരിപ്പെട്ട എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ഇത് ശരിക്കുള്ള എക്സ്പെരിമെന്റ് പോലെ തോന്നും, പക്ഷേ നമ്മുടെ മാന്ത്രിക ചേരുവയില്ല. ഏതാണത്? റാൻഡമൈസേഷൻ. അതിതിൽ കാണില്ല. ഇവിടെയാണ് പ്രധാന വ്യത്യാസം. ആളുകളെ പിടിച്ച് ഓരോ ഗ്രൂപ്പിൽ ഇടുന്നതിന് പകരം ഇവിടെ ഓൾറെഡി ഉള്ള ഗ്രൂപ്പുകളെ അങ്ങെടുക്കും. ഉദാഹരണത്തിന്, ഒരു ഹോസ്പിറ്റലിലെ വാർഡ് എയിലുള്ള രോഗികൾ, വാർഡ് ബിയിലുള്ള രോഗികൾ, അങ്ങനെയുള്ള സ്വാഭാവിക ഗ്രൂപ്പുകൾ. ഇത് അത്ര കൃത്യമല്ലായിരിക്കാം, പക്ഷേ യഥാർത്ഥ സാഹചര്യങ്ങളിൽ ഇങ്ങനെയേ പലപ്പോഴും ചെയ്യാൻ സാധിക്കൂ. ശരി, അപ്പോ ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം, അല്ലേ? ഏതാണ് കൂടുതൽ ഉറപ്പുള്ളത്, ഏതാണ് കൂടുതൽ പ്രായോഗികം? നമുക്ക് നോക്കാം. ഈ ടേബിളിലേക്ക് നോക്കിയേ. പുതിയ ചികിത്സ കൊടുക്കുന്ന മാനിപ്പുലേഷനും രണ്ടിലുമുണ്ട്. താരതമ്യം ചെയ്യാനുള്ള കൺട്രോൾ ഗ്രൂപ്പും മിക്കവാറും രണ്ടിലും കാണും. പക്ഷേ ആ ഒരൊറ്റ കാര്യം, റാൻഡമൈസേഷൻ, അത് ട്രൂ എക്സ്പെരിമെന്റിൽ മാത്രമേ ഉള്ളൂ. കണ്ടോ? അവിടെയാണ് കളി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മരുന്ന് കാരണമാണ് രോഗം മാറിയതെന്ന് ഉറപ്പിച്ചു പറയാനുള്ള നമ്മുടെ ആത്മവിശ്വാസം
ട്രൂ എക്സ്പെരിമെന്റിൽ വളരെ കൂടുതലായിരിക്കും. എന്നാൽ ക്വാസി എക്സ്പെരിമെന്റൽ ആ ഉറപ്പ് കുറച്ചൊന്ന് കുറയും. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ വിചാരിക്കും എല്ലാവരും ആ ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലേ ഉപയോഗിക്കാന്ന്. പക്ഷെ സത്യം അതല്ല. നിങ്ങളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും. നഴ്സിംഗ് ഗവേഷണങ്ങളിൽ 50% കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ക്വാസി എക്സ്പെരിമെന്റൽ രീതിയാണ്. അതെ, പകുതിയിലധികം പഠനങ്ങളും ഈ പ്രായോഗികമായ വഴിയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു രണ്ടാംതരം രീതിയായിട്ട് കാണരുത്. സത്യത്തിലിത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇത് പ്രായോഗികമാണ്. യഥാർത്ഥ ലോകത്തെ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോൾ ചെലവും കുഴുവായിരിക്കും. ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും തെളിവ് കിട്ടുന്നത്? രോഗികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഇത്തരം പഠനങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോ ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു പുതിയ മരുന്നിനെക്കുറിച്ചോ ചികിത്സയെക്കുറിച്ചോ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരണം. അത് എങ്ങനെയാണ് അവർ പരീക്ഷിച്ചത്? ചുമ്മാ 2 ഗ്രൂപ്പിനെ വെച്ച് നോക്കിയതാണോ? അതോ ശരിക്കും റാൻഡമൈസേഷനൊക്കെ ചെയ്ത് നടത്തിയ ഒരു ട്രൂ എക്സ്പെരിമെന്റ് ആണോ? ഈ ഒരൊറ്റ ചോദ്യം മതി നിങ്ങൾക്ക് കിട്ടുന്ന ആരോഗ്യ വാർത്തകളെ ശരിയായ രീതിയിൽ വിലയിരുത്താൻ.